ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ പറയാനായിട്ട് പോകുന്നത് ടിക്ടോക്ക് ഇന്ത്യയിൽ പൂർണ്ണമായിട്ടും നിരോധിച്ചിരിക്കുകയാണ്. ടിക്ടോക്കിനെ കുറിച്ച് എല്ലാവർക്കും അറിയാം. ഇന്ന് ടിക്ടോക്ക് ആപ്ലിക്കേഷൻ ഉപയോഗിക്കാത്തവരായിട്ട് വളരെ കുറച്ച് മാത്രമേ നമ്മുടെ ഈ ഒരു ചുറ്റുപാടിലുള്ളൂ. കാരണം ടിക്ടോക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ തന്നെ ടിക്ടോക്ക് എന്നുള്ളത് ഒരുപാട് പേര് ക്രിയേറ്റീവ്സ് വീഡിയോ ചെയ്തിട്ട് നമ്മുടെ ചിരിപ്പിച്ച് ചാകുന്ന വിധത്തിൽ ടിക്ടോക്കിനെ കുറിച്ച് നമുക്ക് പറയുകയാണെങ്കിൽ തന്നെ. കാരണം ഒരുപാട് പേര് അതിനകത്ത് ചിലപ്പോൾ ഒരു അമ്മയും കുട്ടിയും അല്ലെങ്കിൽ രണ്ട് കുട്ടികൾ, അങ്ങനെ ഒരുപാട് പേര് അതിനകത്ത് വീഡിയോ ചെയ്തിട്ടുള്ള ഒരു ഹൈ ലെവലായിട്ട് എത്തിയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനായിരുന്നു ടിക്ടോക്ക് എന്നുള്ളത്. ഇനി ടിക്ടോക്ക് ആപ്ലിക്കേഷൻ ഇല്ലാത്ത ഫോൺ എന്ന് പറയുന്നത് തന്നെ വളരെ ചുരുക്കമായിരിക്കും. ഇപ്പോൾ ഫോണ് ചിലപ്പോൾ നമ്മൾ വാങ്ങുമ്പോൾ തന്നെ ചില ഫോണുകൾക്ക് ടിക്ടോക്ക് അവൈലബിൾ ആണ്. എന്നെങ്കിൽ പോലും ടിക്ടോക്ക് ഇന്ത്യയിൽ പൂർണ്ണമായിട്ടും നിരോധിച്ചിരിക്കുകയാണ്. എന്താണ് അതിൻ്റെ ഒരു റീസണായിട്ട് അവർ പറയുന്നതെന്ന് വെച്ചാൽ, കുട്ടികളിലേക്ക് അതായത് ഇപ്പോൾ അശ്ലീലമായിട്ടുള്ള വീഡിയോകൾ പടർത്തുന്നു എന്നുള്ളതാണ് ടിക്ടോക്കിനെ കുറിച്ച് പറയുന്നത്. അശ്ലീല സൈറ്റുകൾ ഇപ്പോൾ ഒരുപാടുണ്ട്. അതിപ്പോൾ നെറ്റിലൊക്കെ സെർച്ച് ചെയ്താൽ നമുക്ക് കാണാനായിട്ട് പറ്റും. എന്നാൽ പോലും അതിനെക്കുറിച്ചൊന്നും നമ്മൾ പറയുന്നില്ല. കാരണം ഈ ടിക്ടോക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ തന്നെ ഇതിൽ കുറച്ച് കഴിഞ്ഞാൽ ഒരു 3-4 മാസം കഴിഞ്ഞാൽ ഇതിൽ മോണിറ്റൈസേഷൻ വരുന്നുണ്ട് എന്നുള്ളൊരു വിവരം ചെറുതായിട്ട് നമുക്കൊന്ന് അറിയാൻ കഴിഞ്ഞു. അതായത് ഇപ്പോൾ നമ്മൾ യൂട്യൂബിലൊക്കെ വീഡിയോ ചെയ്യുമ്പോൾ അതിനകത്തൊരു വീഡിയോയിൽ പരസ്യം വന്നുകൊണ്ട് ഒരു ചാനലിലുള്ള ആൾക്കാർക്ക് ക്യാഷ് കിട്ടുന്നുള്ള ഒരു സംഭവം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതുപോലെ ടിക്ടോക്കിലും വരുന്നുണ്ട് എന്നുള്ള ഒരു ഇത് പറഞ്ഞ് കുറച്ച് കഴിഞ്ഞാൽ, പക്ഷേ ഈ ഒരു സമയത്ത് ഈ ടിക്ടോക്ക് ഇന്ത്യയിൽ നിന്നും ഒഴിവാക്കിയത് വളരെയേറെ ഒരുപാട് പേർക്കൊരു ബുദ്ധിമുട്ടായിട്ടുള്ള രീതിയിൽ നമുക്ക് കാണാനായിട്ട് പറ്റും. എന്നാൽ പോലും ടിക്ടോക്ക് ഉള്ള ആപ്ലിക്കേഷൻ നിരോധിച്ചാലും അതിൻ്റെ വേറെ ഒരു അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ നമ്മുടെ ഇന്ത്യയിൽ അതായത് ടിക്ടോക്കിനുമായിട്ട് സാദൃശ്യമുള്ള വേറെ ഏതെങ്കിലുമൊക്കെ ഒരു ആപ്ലിക്കേഷൻ ഒരു പക്ഷേ നമ്മുടെ ഈ ഒരു ഇന്ത്യയിൽ അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു സമൂഹത്തിനകത്ത് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ടിക്ടോക്ക് എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ തന്നെ ടിക്ടോക്കിലെ വീഡിയോസ് ഞാൻ ഡെയിലി കാണാറുള്ളതാണ്. കാരണം ടിക്ടോക്ക് ആപ്ലിക്കേഷന് എൻ്റെ ഫോണിൽ ഞാൻ ഇതുവരെ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല. ഫോണിൽ ഇല്ല. കാരണം ഫേസ്ബുക്കിനകത്ത് ഓരോരോ പേജ് ക്രിയേറ്റ് ചെയ്താണ് ഒരുപാട് പേര് ടിക്ടോക്കിലുള്ള നല്ല കിട്ടിക്കാശ് വീഡിയോസ് ഇങ്ങനെ അപ്ലോഡ് ചെയ്യേണ്ട അത് ഞാൻ സ്ഥിരമായിട്ട് കാണാറുണ്ട്. അപ്പോൾ കൂടുതലായിട്ട് നമ്മളൊരു വീഡിയോ ചെയ്യുന്ന ഒരാളാണ് എന്ന രീതിയിൽ ഒരുപാട് ഇങ്ങനെ ഫോണുമായിട്ടും ലാപ്ടോപ്പുമായിട്ടൊക്കെ കൂടുതൽ അടുത്തിരിക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മളൊക്കെ. അപ്പോൾ ടിക്ടോക്കിലുള്ള വീഡിയോസൊക്കെ നമ്മൾ കാണുമ്പോൾ ഓരോരോ ക്രിയേറ്റേഴ്സ് ഓരോ വീഡിയോ കാണുമ്പോൾ നമ്മളങ്ങോട്ട് അത്ഭുതപ്പെടുത്തും. അതുപോലെയാണ് ഓരോരോ ഇത്. അപ്പോൾ അങ്ങനെയുള്ള പല സംഭവങ്ങളൊക്കെ ഉണ്ടതിൽ പോലും ചെറിയ രൂപത്തിൽ നമുക്കൊരു പ്രയാസമായിട്ട് ഈ ഒരു ടിക്ടോക്കിൻ്റെ ഈ ഒരു പൂർണ്ണമായിട്ടുള്ള ഈ ഒരു നിരോധനം നമുക്ക് ഒരു പ്രയാസമായിട്ട് തോന്നി എന്നുള്ളത് നമുക്കൊന്ന് പറയേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ കൂടുതലായിട്ടും പറയുന്നില്ല. ഈ വീഡിയോ കുറിച്ചുള്ള ഈ ഒരു ടിക്ടോക്കിൻ്റെ ഈ ഒരു നിരോധനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം വീഡിയോക്ക് താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്താം. അപ്പോൾ അടുത്തൊരു വീഡിയോ വേറൊരു സബ്ജക്റ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.